സച്ചിൻ തെളിവുകൾ നിരത്തിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചത് 2700 വോട്ടുകളുടെ കാര്യം ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് വോട്ടർ പട്ടികയിൽ സമഗ്രമായ ഒരു പുനഃപരിശോധന ആവശ്യമാണ്. ആ നിലയിലേക്കുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നും CPIM പാലക്കാട്ട് ആവശ്യപ്പെടുന്നു. തീർച്ചയായും കാവ്യ, വലിയ രീതിയിലുള്ള ആരോപണമാണ് UDFനും BJPക്കുമെതിരെ CPIMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിട്ടുള്ളത്. 2700ഓളം കള്ളവോട്ടുകൾ UDFും BJPയും ഇവിടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം UDFന്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ച പ്രതികളടക്കം ഇവിടെ ക്യാമ്പ് ചെയ്ത് UDF സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്. അതിനാൽ തന്നെ വ്യാജ ഐഡന്റിറ്റി കാർഡ് അടക്കം ഇറങ്ങാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെ നിരവധി വ്യാജ വോട്ടർമാരെ ഇപ്പോൾ നിലവിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എണ്ണമടക്കം കൃത്യമായി എടുത്തുകൊണ്ടാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം BJPയുടെ കാര്യാലയത്തിൻ്റെയും അതുപോലെ തന്നെ ഓഫീസിൻ്റെയും പേരിൽ പുറത്തു നിന്നുള്ള ആളുകൾക്കടക്കം വോട്ട് രേഖപ്പെടുത്തി RSS സമന്വയ എന്ന RSS കാര്യാലയത്തിൻ്റെ പേരിൽ നിരവധി 26ഓളം വോട്ടുകൾ അവിടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും തെളിവ് സഹിതം വോട്ടർ പട്ടികയിലെ പേരും അതുപോലെ തന്നെ പട്ടിക അടക്കം പരസ്യപ്പെടുത്തിക്കൊണ്ടാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ വ്യാജ വോട്ടർമാരെ ചേർക്കുന്നതിൽ ഈ ത്രിമൂർത്തികളായിട്ടുള്ള VD സതീശനും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടവുമാണ് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം തൃശ്ശൂരിൽ വ്യാജ വോട്ടർമാരെ ചേർത്തുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വമ്പിച്ച വിജയം നേടിയത്. അതിനാൽ തന്നെ ആ രീതിയിൽ തന്നെയാണ് പാലക്കാടും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് BJPയിൽ വ്യാജ വോട്ടർമാരെ ചേർക്കുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നതുപോലെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിന് പട്ടാമ്പിയിലും പാലക്കാടും വോട്ടുണ്ട്. പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പേരിലാണ് അദ്ദേഹം വോട്ട് ചേർത്തത്. ഇത്തരത്തിൽ നിരവധി പ്രവർത്തകർ പുറത്തുനിന്ന് വന്ന അടക്കം പ്രവർത്തകർ BJPയിൽ ആളുകൾ ഇവിടെ വോട്ട് ചേർത്തിട്ടുണ്ട്. വലിയൊരു ആരോപണമാണ് നിലവിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിന് BLOമാർ, അതായത് നിലവിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ അതേപോലെ തന്നെ BJP ഭരിക്കുന്ന നഗരസഭയിലെ BLOമാരുടെ നേതൃത്വത്തിൽ ഒത്താശ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ ചേർത്തിട്ടുള്ളത്. അതിനാൽ തന്നെ BLOമാർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ജില്ലാ കളക്ടർ വ്യാജ വോട്ടർമാരുടെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് EN സുരേഷ് ബാബു CPIMന്റെ ജില്ലാ സെക്രട്ടറി പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതായത് വ്യാജ വോട്ടർ ID-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ഇടതു നേതാക്കളൊക്കെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ളൊരു ആരോപണമാണ് UDFിനെ അതുപോലെ തന്നെ NDA സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. അതൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ. കാവ്യ.